ബീഫ് കൊണ്ടൊരു സിമ്പിൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കാണിച്ചു തരട്ടെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മുരിഞ്ഞ് കരിച്ച് വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇതാണ് ഇതിൻ്റെ ആ ഒരു പരുവ കേട്ടോ. നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ലേശം മല്ലിപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ പുക കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഇടിയിറച്ചിയാണോ ഉണ്ടാക്കുന്നതെന്ന്. ഇടിയിറച്ചി അല്ലെങ്കിലും വകയിൽ ഇടിയിറച്ചിൻ്റെ ഇളാപ്പൻ്റെ മോനൊക്കെ ആയിട്ട് വരും കേട്ടോ. പക്ഷേ ഇടിയിറച്ചിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിതുവരെ ഇടിയിറച്ചി കഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ പൊടിച്ച് വെച്ച ബീഫിലേക്ക് നമുക്ക് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, നല്ല ചതച്ചെടുത്ത വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കളറുള്ള മുളകും പൊടി ചേർത്താൽ കുറച്ചും കൂടെ മൊഞ്ചാവും കേട്ടോ. പിന്നെയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു 2 പിടിയോളം തേങ്ങ, പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് കുഴയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മി കുഴയ്ക്കണം. ഈ കുഴയ്ക്കുന്ന സമയത്ത് എന്താകെ ഒരു മണം വരും കേട്ടോ. മണം കാര്യമൊക്കെ കണ്ടാൽ വേണമെങ്കിൽ കുറച്ച് നേരം വെക്കാം, വെക്കണമെങ്കിൽ വെക്കട്ടോ. ഞാൻ കുറച്ച് നേരം വെച്ചിനി വേറെ ഒന്നിലേക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണേ, അത് മസ്റ്റാണ്. ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ രണ്ട് ടേസ്റ്റായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാവധാനം ക്ഷമയോടുകൂടി ഇതുപോലെ അങ്ങ് മുരിച്ചെടുത്താൽ എൻ്റെ മക്കളെ വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു പിടി ഇതും കൂട്ടി ഒരു പറ ചോറുണ്ണ, അതാണ് കേട്ടോ അതിൻ്റെ ഒരു അത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളിനി കാണുന്ന ഉറപ്പില്ലല്ലോ.